ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ സംസാരങ്ങളിൽ നാം അന്തസ്സിനെക്കുറിച്ച്, സംരക്ഷണബോധത്തെക്കുറിച്ച്, അതിനു മുമ്പ് കരുത്തിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇപ്പോൾ അതിന് നേരെ വിപരീതമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അതിനോട് നേരെ സാമ്യമില്ലാത്ത മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് സൗമ്യത എന്ന ആശയം. അത് നേരത്തെ പറഞ്ഞ സംഗതികൾക്ക് വിരുദ്ധമല്ല, മറിച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഗുണമാണ് എന്ന് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷയോടൊപ്പം മദീനയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കൂട്ടം വേദക്കാർ, അഹ്ലു കിതാബിൻ്റെ ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അസ്സാമു അലൈക്കും. അതായത് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ ചെറിയൊരു ട്വിസ്റ്റഡ് വേർഷൻ, ലാമ് കളഞ്ഞിട്ട് അസ്സാമു അലൈക്കും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാനും പ്രവാചകനെതിരെയുള്ള ഒരു ആക്ഷേപവും എന്നുള്ള നിലക്കാണ് അത് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം താങ്കൾക്ക് മരണം സംഭവിക്കട്ടെ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സംയമനം പാലിച്ചുകൊണ്ട് തിരിച്ച് വ അലൈക്കും, നിങ്ങൾക്കും എന്ന് മാത്രം മറുപടി നൽകി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആ പ്രവാചകനോട് ആ രീതിയിൽ വേദക്കാർ സംസാരിച്ചത് തീരെ ഇഷ്ടമായില്ല. അവർ വളരെ ദേഷ്യപ്പെട്ടു, അവർക്ക് വളരെ പ്രകോപനം സംഭവിച്ചു. അവർ തിരിച്ച് ഈ വേദക്കാരോട് വിളിച്ചു പറഞ്ഞു, വ അലൈക്കുമുസ്സാമു വല്ലഅന, നിങ്ങൾക്കും മരണം സംഭവിക്കട്ടെ, അള്ളാഹുവിൻ്റെ ശാപവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന അർത്ഥത്തിൽ അവർ തിരിച്ചു പറഞ്ഞു. അങ്ങനെ ഇത് മാത്രമല്ല, അവരോട് തർക്കിക്കാനും ആയിഷ റളിയല്ലാഹു അൻഹ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ശാന്തയാകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അവർ പറഞ്ഞത് അങ്ങ് കേട്ടില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, ഞാൻ അവർക്ക് നൽകിയ മറുപടി നീ കേട്ടില്ലേ? എന്നതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായ ഒരു വസ്തുത പറഞ്ഞു കൊടുത്തു. അതിങ്ങനെയാണ്, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലിഹി. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലിഹി. തീർച്ചയായും അള്ളാഹു സൗമ്യനാണ്, എല്ലാ കാര്യങ്ങളിലും സൗമ്യത കാണിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുമ്പോൾ പലപ്പോഴും ആ ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഗുണങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പലതരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളെ വായിച്ചെടുക്കാൻ പറ്റും. ഒരാൾക്ക് താൻ ശക്തനാണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റത്തെ ന്യായീകരിക്കണമെന്നുണ്ടെങ്കിൽ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് സാധാരണ അല്ലാത്ത ഏതെങ്കിലും ഒരു ദേഷ്യത്തിൻ്റെയോ ആവേശത്തിൻ്റെയോ സന്ദർഭം ഒക്കെ എടുത്ത് കാണിച്ചേക്കാം. അല്ലെങ്കിൽ വളരെ സൗമ്യമായ സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ കണ്ടേക്കാം. വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതിനെ ന്യായീകരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഹുദൈബിയ സന്ധി ഉദാഹരണമായിട്ട് എടുക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പ്രവാചക ചരിത്രം സത്യസന്ധമായും ആത്മാർത്ഥമായും നമ്മൾ വായിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എല്ലാ കാര്യങ്ങളിലും സൗമ്യത പുലർത്തുക എന്നതായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതായത് ആ സൗമ്യതയിൽ നിന്ന് എപ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ വളരെ വ്യക്തമായ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയായിരുന്നു. അല്ലാത്ത എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് സ്വഭാവം എന്ന് നമ്മൾ വിളിക്കുക, സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞാൽ വേഗം മനസ്സിലാവുമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡിഫോൾട്ട് സ്വഭാവം സൗമ്യതയായിരുന്നു. അടിസ്ഥാനപരമായി പ്രകൃതിപരമായി സൗമ്യനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൗമ്യതയിൽ നിന്ന് വ്യക്തമായി ദേഷ്യമോ കോപമോ അല്ലെങ്കിൽ ആളുകളോട് ഉച്ചത്തിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വ്യക്തമായൊരു സന്ദേശം നൽകാനും അതോടൊപ്പം ഒരു പാഠം പഠിപ്പിക്കാനും സഹാബികളെയൊക്കെ ഒരു
ഏതെങ്കിലും തരത്തിലുള്ളൊരു പാഠം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. സൗമ്യത എന്നതുകൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളതിനെ എങ്ങനെ മനസ്സിലാക്കണം? ഇപ്പോൾ നമ്മളിവിടെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു, ഇന്നല്ലാഹ റിഫ്ഖുൻ ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി. അള്ളാഹു സൗമ്യനാണ്, എല്ലാ കാര്യത്തിലും സൗമ്യത ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സ്വഭാവമാണ് സൗമ്യതയും കാരുണ്യവുമൊക്കെ. അതോടൊപ്പം അള്ളാഹു തന്നെയും ശിക്ഷയെയും കോപത്തെയും സൂചിപ്പിക്കുന്ന ധാരാളം ഗുണവിശേഷങ്ങളും അള്ളാഹുവിനുണ്ട്. സാഹചര്യങ്ങൾ മാറുന്നത് കൊണ്ട് അള്ളാഹു തൻ്റെ റഹ്മാൻ, അതായത് ഏറെ ശ്രദ്ധയും സ്നേഹവും കരുണയൊക്കെ ഉള്ളവൻ, റഹീം കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ ഉള്ള വദൂദ് സ്നേഹനിധി, ഗഫൂർ പാപങ്ങൾ പൊറുക്കുന്നവൻ എന്നീ ഗുണങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നൊന്നും അതിനർത്ഥമില്ല. അതായത് അള്ളാഹു കോപിഷ്ഠനാകുന്നു, അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ അല്ലെങ്കിൽ അത്തരം വാചകങ്ങൾ കേൾക്കുമ്പോൾ അടിസ്ഥാനപരമായ അള്ളാഹുവിൻ്റെ സ്വഭാവമായിട്ടുള്ള റഹ്മത്ത്, മഗ്ഫിറത്ത്, അതുപോലെ വുദ്, ഇങ്ങനെയുള്ള ആ സ്നേഹവും കാരുണ്യവും പാപങ്ങൾ പൊറുക്കുന്നതും ഒക്കെ കുറിക്കുന്ന അത്തരം ഗുണങ്ങൾ ഉപേക്ഷിക്കുന്നതിന് അർത്ഥമില്ല. മറിച്ച് ഓരോ സാഹചര്യങ്ങളിലാണ് അത്തരം പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാന അധ്യാപനവും ഇതുപോലെയാണ്. എല്ലാ കാര്യങ്ങളിലും സൗമ്യത പുലർത്തുക എന്നതാണ് പ്രവാചക അധ്യാപനങ്ങളുടെ അടിസ്ഥാനം. സുന്നത്തിനെ നമ്മൾ സമഗ്രമായി മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ കരുത്ത് തെളിയിക്കാൻ ബഹളം വെക്കുകയോ ആക്രമണ സ്വഭാവം കാണിക്കുകയോ മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ പലപ്പോഴും വല്ലാതെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതും ആക്രമണ സ്വഭാവം കാണിക്കുന്നതുമൊക്കെ ദുർബലതയുടെ അടയാളമാണ്. മക്കയിലും മദീനയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മുന്നിൽ അദ്ദേഹം കാണിച്ച ആത്മസംയമനം അദ്ദേഹത്തിൻ്റെ കരുത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. ശത്രുക്കൾക്ക് തന്നെ സ്വാധീനിക്കാനോ തൻ്റെ തത്വങ്ങളിൽ നിന്നും ധാർമ്മികതയിൽ നിന്നും മാറ്റാനോ കഴിയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിയിച്ചു. ശാന്തമായി സംസാരിക്കുന്നതും ഒരു തർക്കത്തിൽ ജയിക്കാൻ വേണ്ടി ശബ്ദമുയർത്താതിരിക്കുന്നതും മറ്റുള്ളവരുടെ സംസാരം തടസ്സപ്പെടുത്താതിരിക്കുന്നതും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലിരിക്കുമ്പോൾ പോലും അക്രമം കാണിക്കാതിരിക്കുന്നതും കരുത്തിൻ്റെ പ്രതീകമാണ്. അതൊക്കെ ശക്തർക്ക് മാത്രം സാധിക്കുന്ന ഒരു സംഗതിയാണ്. ദുർബലരായിട്ടുള്ള ആളുകൾ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ കാലിടറിപ്പോകും. അവർ പെട്ടെന്ന് ദേഷ്യം വരികയും അതുപോലെ തന്നെ അവരുടെ സമനില തെറ്റുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, സർവ്വ സൃഷ്ടികളുടെ മേലും പൂർണ്ണ അധികാരമുണ്ടായിട്ടും അള്ളാഹു നമ്മളോട് സൗമ്യതയും കരുണയും കാണിക്കുന്നു. സദാസമയവും നമ്മളോട് നമുക്ക് പുറത്തു തരുന്നു. നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ എത്ര തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചാലും നമ്മളോട് അള്ളാഹു സൗമ്യതയും കാരുണ്യവും കാണിക്കുന്നു. അതുപോലെ തന്നെ നമുക്കും അധികാരമുള്ള മേഖലകളിൽ, അധികാരമുള്ള സ്ഥാനങ്ങളിൽ, അതൊരു ജോലിസ്ഥലത്താകട്ടെ, വീട്ടിലാകട്ടെ, മറ്റെവിടെയോ ആകട്ടെ, അങ്ങനെയുള്ള അധികാരമുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ സൗമ്യതയും കാരുണ്യവും തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് പ്രകടമാകുന്നത്. എന്ന് വിചാരിച്ച് അനീതി പടരാൻ അനുവദിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മൾ സ്വയം അനീതി കാണിക്കുന്നതിനോ നമ്മുടെ യഥാർത്ഥ നന്മയുടെ അടിസ്ഥാനത്തിലുള്ള സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിനോ തടയുന്ന രീതിയിലായിരിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലിഹി. അള്ളാഹു സൗമ്യനാണ്, എല്ലാ കാര്യങ്ങളിലും സൗമ്യത കാണിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും ആ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ സൗമ്യത സ്വീകരിക്കാനും പിശാച് നമ്മുടെ ദേഷ്യത്തെ ആളിക്കത്തിച്ച് അതിൽ നിന്ന് നമ്മെ അകറ്റാൻ ശ്രമിക്കുമ്പോഴൊക്കെ തിരിച്ച് ആ സൗമ്യതയിലേക്ക് വരാനും അങ്ങനെ ജീവിതത്തിൽ ഒരു സൗമ്യതയുടെ പ്രതീകമായിട്ട് മാറാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.